ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴിതാ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി 2 വലിയ സവാള നൈസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇനി എല്ലാം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാള നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയുടെയോ മഞ്ഞൾപ്പൊടിയുടെയോ ഒക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കക്കയിറച്ചിയാണ്. നല്ല കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പ് കക്കയിറച്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കക്കയിറച്ചി നല്ലപോലെ മസാല പിടിക്കുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കക്കയിറച്ചി മസാലയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് നോക്കിയിട്ട് എനിക്ക് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഇതിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് മിക്സാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് പത്തിരിപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിത് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോരോ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ബോളുകൾ എടുത്ത് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ വെച്ചിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് 1 സ്പൂൺ മസാല എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പ്ലാസ്റ്റിക് കവർ മടക്കി കൊടുത്ത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതുപോലെ തന്നെ മസാലകളൊന്നും പുറത്ത് വരാത്ത രൂപത്തിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കണം. ഇതാ ഇതുപോലെയാണ് കേട്ടോ പ്രസ്സാക്കി എടുക്കേണ്ടത്. ഇതാ ഇതുപോലെ മസാലകളൊന്നും പുറത്ത് വരാത്ത രൂപത്തിൽ തന്നെ നല്ലതുപോലെ പ്രസ്സാക്കി എടുക്കണം. നല്ലപോലെ തന്നെ പ്രസ്സാക്കിയിട്ട് കവറാക്കി എടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീമാക്കി എടുക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമാക്കി എടുക്കാം, അല്ലെങ്കിൽ സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി. സ്റ്റീമറിൽ വെച്ചിട്ട് നല്ലതുപോലെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കയിറച്ചി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്യുന്നത് കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഇതാ നമ്മുടെ കക്കയിറച്ചി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കക്കയിറച്ചി അടയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട തന്നെയാണ്. നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്